മലമ്പുഴ UDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. VS അച്യുതാനന്ദന് മുൻ PA ആയിരുന്ന A. സുരേഷ്. സുരേഷ് ഇപ്പോൾ മോർണിംഗ് ഷോയിൽ നമ്മുടെ അതിഥിയായിട്ട് വരുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ്. ഇന്നലെ നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു, പുറത്ത് നിർത്തിയെന്ന് വെച്ചാൽ പുറത്ത് നിർത്തിയതാണ്, ഇനി ഒരു കാരണവശാലും സുരേഷിനെ തിരിച്ചെടുക്കില്ല. 10 കൊല്ലമായി സുരേഷ് പുറത്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞ് ആവലാതി കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി കുറച്ച് കഠിനമായിരുന്നു. സുരേഷ് അതറിഞ്ഞിരുന്നോ? തീർച്ചയായിട്ടും ഞാൻ അറിഞ്ഞിരുന്നു. സ്വാഭാവികമായിട്ടും 13 കൊല്ലമായി ഞാൻ പുറത്ത് നിൽക്കുകയാണ്. SKN അറിയാം. അപ്പോൾ ഇന്നലെ സംസ്ഥാന സെക്രട്ടറി 100 തവണ അപ്പീൽ തന്നാലും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് എടുക്കില്ല എന്നൊരു അഭിപ്രായം പത്രക്കാരോട് പറഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞത്. വിഷമം തോന്നി. സ്വാഭാവികമായിട്ടും അത്ര വലിയ തെറ്റ് ഞാൻ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എൻ്റെ നേതാവായിരുന്നു. ഇപ്പോഴും അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്, പോളിറ്റ് ബ്യൂറോ അംഗമാണ്. വർഷങ്ങളായി എന്നെ അറിയാം, എൻ്റെ പ്രവർത്തനങ്ങളറിയാം, നേരിട്ടറിയാവുന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ളൊരു ക്രൂരമായ മറുപടി പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്ക് ഒരു വല്ലാത്തൊരു ഇൻസൾട്ടായിട്ട് നിൽക്കുകയാണ്. സുരേഷ്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ വയറാവളി ബൾബിയായിട്ട് ഒരു 10-40 പേര് ചുറ്റും കൂടുന്നുണ്ടല്ലോ, ഓൺലൈൻ ഉൾപ്പെടെ. അപ്പോൾ ചുറ്റും കൂടുമ്പോൾ നിശ്ചിതമായ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഓരോ സ്ഥാപനത്തിൻ്റെ താല്പര്യത്തിനനുസൃതമായ ചോദ്യങ്ങളും ഒക്കെ കൊണ്ടാണ് അവർ ആയുധം മുറുക്കി അവിടെ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിലാണ് പാവം സുരേഷിൻ്റെ കാര്യം ചോദിച്ചത്. അല്ല, എനിക്കറിയില്ല എന്തുകൊണ്ട് ആ ബോഡി ലാംഗ്വേജ് ഞാൻ 2-3-4 തവണ റിപ്പീറ്റ് ചെയ്ത് ആ വീഡിയോ ഞാൻ കണ്ടു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നതും അദ്ദേഹത്തിൻ്റെ മറുപടിയും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് SKN അത് കണ്ടിരിക്കും. സ്വാഭാവികമായിട്ട് ആ ഒരു ബോഡി ലാംഗ്വേജിൽ അദ്ദേഹത്തിൻ്റെ മറുപടി കാണുമ്പോൾ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വലിയ വിഷമം എനിക്ക് തോന്നി ആ സമയത്ത്. കാരണം ഞാൻ ജനിച്ചത് പാർട്ടി കുടുംബത്തിലാണ്. ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന വീട് ഗൗരിയമ്മ ഉൾപ്പെടെ നാനാർ ഉൾപ്പെടെ പഴയകാല സഖാക്കൾ വന്ന് തറയോഗങ്ങൾ, അന്ന് തറയോഗം എന്ന് പറയുക, ഇന്ന് കുടുംബയോഗം പറയുന്നു, അന്ന് തറയോഗം പറയുന്നു. അത്തരത്തിലുള്ള ആളുകൾ വന്ന്, എൻ്റെ മുത്തശ്ശി ഒരു കർഷക തൊഴിലാളിയായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായിരുന്നു. പിന്നീട് അദ്ദേഹം നക്സലിലേക്ക് പോയി, പിന്നെ വീണ്ടും പാർട്ടിയിലേക്ക് വന്നു. അത്തരത്തിൽ ഒരു അടിമുടി ശ്വാസം പോലും കമ്മ്യൂണിസ്റ്റ് ശ്വാസമാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ. ആ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ച്, ആ ജനിച്ചു വളർന്ന കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം പഠിച്ചത്. അതിന്ന് സ്വാഭാവികമായിട്ടും ഞാൻ SFI ആയി, പിന്നീട് പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയി. അത്തരത്തിൽ പിന്നെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ വന്നു, പിന്നീട് VSൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇടതുപക്ഷ അനുഭാവമുള്ള മനസ്സാണ് എനിക്കുള്ളത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ചോർന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന അനേകായിരം ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനുള്ളത്. അതിനിയും തുടരും, തർക്കമൊന്നുമില്ല. ഗോവിന്ദ മാസ്റ്ററുടെ ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിലെ ഒരു വ്യാഖ്യാനം കേട്ടിട്ട് മനസ്സ് വേദനിച്ച് ഇന്നലെ രാത്രിയിൽ സുരേഷ് ഉറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. മുഖം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. തീർച്ചയായിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, വ്യക്തി എന്ന നിലയ്ക്കുള്ള ഒരു വിഷമം നന്നായി അനുഭവിച്ചു. കാരണം പുറത്താക്കിയത് തന്നെ പറഞ്ഞാൽ അത് ഫുൾ സ്റ്റോപ്പിടായിരുന്നു. പിന്നെ 100 തവണ അപ്പീൽ തന്നാലും തിരിച്ചെടുക്കില്ല എന്നൊരു ഒരു മറുപടി സ്വാഭാവികമായൊരു മനുഷ്യനെ വേദനിപ്പിച്ചതാണ്. അത് അത്തരത്തിൽ വലിയ വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ വിഷമത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉള്ളത്. ഞാനും ആ വാർത്താ സമ്മേളനം കണ്ടു. സുരേഷ്, ശരിക്കും മാഷിനെ പ്രകോപിപ്പിക്കാൻ നല്ല ശ്രമം നമ്മുടെ വാർത്താലേഖകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മീഡിയ വണ്ണിൻ്റെ പ്രതിനിധിയൊക്കെ ഇങ്ങനെ നിരന്തരമായ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ മാഷിനെ പ്രകോപിതനാക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് സുരേഷിൻ്റെ ചോദ്യം വന്നത്. നമുക്കെന്തായാലും മാഷിനെ വിട്ടുകളയാം. അതിന് മറുപടി മാഷ് പറയട്ടെ. സുരേഷിനോട് ഇത്രയും കർക്കശമായ ഒരു തീരുമാനമെടുക്കാൻ എന്താണ് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.